എവരിബഡി ഈസ് ആഫ്റ്റർ ക്വിക്ക് മണി. അവിടെ പലരുടെയും ഫോക്കസ് പോകുന്നത് കാശുണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഉള്ള കാശ് കൊണ്ട് എങ്ങനെ ഭംഗിയായിട്ട് ജീവിക്കാം എന്നുള്ളതും അതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്രോച്ച് വെച്ചിട്ട് the best, like I had 2 years experience under my father and that's the best experience I could ask for. ഏറ്റവും വലിയ critic is my father, so then you know ആ ഒരു രീതിയിൽ that's the best experience I could ask for. So even though I do not have an external experience, these 2 years are golden. ബിസിനസ് കൺസൾട്ടിങ് സൈഡിൽ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ബ്ലഡാണ്. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓക്സിജനാണ്. ഓക്സിജൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് സെക്കൻഡുകൾക്കോ മിനിറ്റുകൾക്കോ അപ്പുറം ജീവിക്കാൻ പറ്റില്ല. ബ്ലഡ് ഇല്ലെങ്കിലും കുറച്ച് നാളെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാധനമാണ് ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി പല ബിസിനസ് എൻ്റർപ്രൈസസിലും ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് മാനേജ് ചെയ്യാറ്. Ultimate goal is to empower the nation. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൈനാൻഷ്യലി അവെയർ ഇൻഡിവിജ്വൽസ് ഹു ആർ ഫൈനാൻഷ്യലി സെക്യൂർ. അപ്പം അതാണ് ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ. ഹായ്, ഷാജാൻ അബൂബക്കർ. ടേണിംഗ് പോയിൻ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ആർട്ടിസ്റ്റിക് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് കമ്പനിയുടെ CEO സ്നേഹ ജിസ് കൊട്ടുകപ്പള്ളിയും അതിൻ്റെ ചീഫ് നോളജ് ഓഫീസർ വളരെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു ബിസിനസ് കൺസൾട്ടൻറ്റും ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായ ജിസ് കൊട്ടുകപ്പള്ളിയുമാണ്. രണ്ടുപേരെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ വെൽക്കം. മാം വെൽക്കം. എന്താണ് ആർട്ടിസ്റ്റിക് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്? അപ്പോൾ ആൾട്രിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ യോർ ഇൻട്രസ്റ്റ് അബവ് ആസ്. ഓക്കെ. അപ്പം ഈ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി തന്നെ ഇറ്റ് ഈസ് നോട്ട് വെരി കോമൺ ടു സീ കസ്റ്റമർ സെൻട്രിക് ഒരു സിസ്റ്റം. അപ്പം ഞങ്ങളുടെ പ്രയോറിറ്റി കസ്റ്റമേഴ്സാണ്, അവരുടെ വെൽഫെയർ ആണ്. സോ വി ടുക്ക് ദാറ്റ് എസെൻസ് ടു ദ നെയിം. ഓക്കെ. സോ അതാണ് ആൾട്രിസ്റ്റിക് ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. ദി എസെൻസ് ഓഫ് ദ നെയിം മീൻസ് സെൽഫ്ലെസ്. ഓക്കെ. അപ്പം അതിൽ വി ഹവ് ടേക്കൺ ഇറ്റ് അപ്പ് ആൻഡ് ഞങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് ആസ് യുവർ ഇൻട്രസ്റ്റ് അബവ് ആസ്. എങ്ങനെയായിരുന്നു ശരിക്കും ഈ ഒരു ആർട്ടിസ്റ്റിക് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ തുടക്കം, അതിലേക്ക് വന്നതൊക്കെ? സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്കും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഓൾവേസ് പേർപ്പസ്ഫുൾ ലൈഫ്, ഇമ്പാക്ട് ഡ്രിവൺ അങ്ങനെ ഒരു ഇത്. അപ്പം ഫോർ മീ സയൻസ് ആൻഡ് ടെക് വാസ് ദ സോഴ്സ് ഓഫ് ഇമ്പാക്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് ഐ ഡീവിയേറ്റഡ് ഇൻ ടു കൊമേഴ്സ് ബാച്ചിലേഴ്സ് ആയപ്പം. ആൻഡ് എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലായിരുന്നു കോവിഡ് വന്നത്. ഓക്കെ. അപ്പോൾ കോവിഡ് 2020 വന്നപ്പോഴത്തേക്കും കുറേ ആളുകൾക്ക് കുറേ ഫൈനാൻഷ്യൽ ഹാസൽസ്, കണ്ടിജൻസി പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം, റിസ്ക് പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ പ്രോബ്ലംസ് വന്നപ്പം ദി കോണ്ടാക്റ്റഡ് അപ്പോൾ ത്രൂ ഔട്ട് കോവിഡ് ഇങ്ങനെ വി ആർ ഓൾ സ്റ്റക്ക് അറ്റ് ഹോം. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ, അപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന കോൾസ് അതെല്ലാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ റിയലൈസ് ദാറ്റ് ദിസ് ഏരിയ നീഡ്സ് ടു ബി അഡ്രസ്ഡ്. ആൻഡ് ഇതിനും ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സംഭവമാണ്. ലൈക്ക് ഇനീഷ്യലി എൻ്റെ ഒരു ഇത് സയൻസ് ആണെങ്കിലും ഐ completely absorbed commerce അപ്പോഴത്തേക്ക്. I understood that money has a very important role in everything, like science, tech, whatever it is. ഇമ്പാക്റ്റിൽ ഏറ്റവും വലിയ റോള് മണിക്കാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം 2021 ഞാൻ ഗ്രാജുവേറ്റ് ആയി. ഐ ജോയിൻഡ് അപ്പോൾ വേറൊരു ഫേമുണ്ട്, എസ്കലേറ്റർ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്. അപ്പോൾ ഞാൻ അപ്പോഴത്തെ അടിയിൽ ഇങ്ങനെ ലെസൺസ് ആൻഡ് ലേണിംഗ് അങ്ങനെ ഒരു ഇതിൽ തുടങ്ങി. ആൻഡ് ഐ വാസ് പെർസ്യൂയിങ് മൈ അക്കാഡമിക്സ് ഓൾസോ, CMA ഇന്ത്യ, CPA USA അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഫേസിൽ ഞങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ലേറ്റർ ഓൺ എൻ്റെ ഗ്രാൻഡ് ഫാദർ പോൾ കുട്ടുകാപ്പള്ളി, ഹി വാസ് ഓൾസോ ആൻ അഡ്വക്കേറ്റ് ഫോർ ഫൈനാൻഷ്യൽ ലിറ്ററസി. സോ അൺഫോർച്ചുനേറ്റ്ലി മൈ ഗ്രാൻഡ് പാ പാസ്ഡ് അവേ ഇൻ Jan 2023. അപ്പോൾ ആ ഒരു സമയത്ത് ഗ്രാൻഡ് പയുടെ വിഷൻ അപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയും പിന്നെ ഈ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയും ഞങ്ങൾ ഡാഡിയുടെ പേരിൽ പോൾ കുട്ടുകാപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് തുടങ്ങി. അപ്പോൾ അതിൻ്റെ CEO ഞങ്ങൾ ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഗിവ് പീപ്പിൾ ലൈക്ക് വാട്ട് ഷുഡ് ബി ഡൺ, എന്താണ്, അങ്ങനെയാണ്. വി ഹവ് റീച്ച്ഡ് ഔട്ട് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇവൻച്വലി ഈ ഞങ്ങൾ കൊടുക്കുന്ന ആളുകൾ തന്നെ കെയിം ബാക്ക് ടു എ സെയിങ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, SIP അത് ഇന്ന പ്രോഡക്റ്റ് അങ്ങനെ കുറേ പറഞ്ഞു. പക്ഷേ വി ആർ നോട്ട് ഗെറ്റിംഗ് ദീ സൊല്യൂഷൻസ് ഔട്ട്സൈഡ്. നിങ്ങൾ പറഞ്ഞ പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ് ഞങ്ങൾക്ക് അതേപോലെ മീറ്റ് ആവുന്നില്ല. അപ്പോഴത്തേക്കും ഓവർ ദി ഇയേഴ്സ് വി ഹവ് ബിൽഡ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ്. അപ്പോഴത്തേക്കും പറഞ്ഞു വൈ കാൻറ്റ് യു ഇറ്റ് സെൽഫ് ഡു ഇറ്റ്, കാരണം ഇഫ് യു ഡു ഇറ്റ് വി ട്രസ്റ്റ് യു ഓൾസോ ആൻഡ് അത് കൂടുതൽ ഈസി ആയിരിക്കും. ഞങ്ങൾക്ക്
ബെനിഫിറ്റ് ഉള്ള രീതിയിലായിരിക്കും. സോ വൈ കാണ്ട് യു സ്റ്റാർട്ട് എന്നുള്ള സീഡ് ഓഫ് തോട്ട് അവരുടെ അടുത്ത് നിന്നാണ് കിട്ടിയത്. അങ്ങനെ അപ്പോൾ അത് തിങ്ക് ചെയ്ത് ബിൽഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആൾട്രുവിസ്റ്റിക് എന്ന് പറഞ്ഞ വെഞ്ചറിലോട്ട്, ദാറ്റ് ഇസ് പ്രോഡക്റ്റ് ഫുൾഫിൽമെൻറ്റിന് ആൾട്രുവിസ്റ്റിക് എന്ന് പറഞ്ഞ വെഞ്ചറിലോട്ട് വരികയും അതിൽ ഞാൻ ഇൻചാർജ് ആവുകയും ചെയ്തു. സാറിൻ്റെ മോള് കൊമേഴ്സിലേക്ക് ഡീവിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത് അത്ഭുതമുള്ള കാര്യമല്ല. കാരണം സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പ്രൊഫൈലും ഇപ്പോൾ എനിക്കറിയാവുന്നത് പോലെ തന്നെ വളരെ വളരെ എല്ലാവർക്കും അറിയാം, ഫിനാൻഷ്യൽ കൺസൾട്ടിങ്ങിൽ വളരെ റയറായ ഒരു നിഷ് അഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഒരു അത്ഭുതമായി തോന്നിയത്, നമ്മളെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കൂളിങ്ങിലോ കോളേജിലോ എവിടെയും പ്രോപ്പറായി പഠിപ്പിക്കാത്തതുകൊണ്ട് ഇന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്ത, അതില്ലാത്തൊരു ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. ഇങ്ങനെ സ്ഥലത്ത് സാറ് ശരിക്കും സാറിൻ്റെ ഫാദറിൻ്റെ പേരിൽ ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും അതിലൂടെ ശരിക്കും സാറിൻ്റെ ഒരു വിഷൻ എന്താ? പോൾ കൊട്ടുകാപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് എൻ്റെ ഫാദറിൻ്റെ പേരിൽ ഞാനൊരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഫിനാൻഷ്യൽ ലിറ്ററസി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് ലേ ഡൗൺ ഗോൾ എന്ന് പറയുന്നത് തന്നെ 5 കൊല്ലം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 lakh+ പീപ്പിളിലേക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി എത്തിക്കുക എന്നുള്ളതാണ്. ത്രൂ വേരിയസ് മീഡിയം, വീഡിയോസാണ്, സെഷൻസ് ആവാം, അതല്ലെങ്കിൽ 1-to-1 ഇൻട്രാക്ഷൻസ് ആവാം, വർക്ക്ഷോപ്സ് ആവാം. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ 2 കൊല്ലമായി, ഈ 2 കൊല്ലത്തിനുള്ളിൽ ഒരു 25ഓളം സെഷൻസ്, ഹാൻഡ്സ് ഓൺ സെഷൻസ് എടുത്തിട്ടുണ്ട്. ഒരു 10-25 വീഡിയോസ് എയർ ചെയ്തിട്ടുണ്ട്. ഒരു മൈറ്റ് ബി 100+ ഡിജിറ്റൽ കൊളാട്രൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു അറൗണ്ട് 20,000 പീപ്പിളിലേക്ക് നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി എത്തിച്ചിട്ടുണ്ട്. അവരുടെ ഫാമിലീസും കൂടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മൈറ്റ് ബി അനദർ 50,000 വരെയൊക്കെ പോവാം. പക്ഷേ ഒരു 1 lakh പീപ്പിളിനെ തന്നെ ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുക ആൻഡ് ദെൻ ദെയർ ഫാമിലീസ്. ഇതാണ് പോൾ കൊട്ടുകാപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഒരു വിഷനായിട്ട് ഫസ്റ്റ് 5 ഇയേഴ്സിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. സാർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. ബേസിക്കലി എഡ്യൂക്കേഷൻ വൈസ് ഞാനൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഓക്കെ. അലോങ് വിത്ത് ദാറ്റ് ഒരു MBA ഉണ്ട്. ദെൻ IIM കാലിക്കറ്റ് എന്നൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലൊരു സർട്ടിഫിക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അഡ്വൈസിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സണൽ ഫിനാൻഷ്യൽ അഡ്വൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വൈസ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഒരു ഫുൾ ടൈം LLB സ്റ്റുഡൻ്റായിട്ട് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് LLB പെർസ്യൂ ചെയ്യണു, 3 year LLB. ഓൺ ദി വർക്ക് എക്സ്പീരിയൻസ് സൈഡ് ഞാൻ 22 years ബാങ്കറായിരുന്നു. കാത്തലിക് സിറിയൻ ബാങ്കിൽ 96 ജോയിൻ ചെയ്തു. ആൻഡ് ഞാൻ ലാസ്റ്റ് അവിടെ ഹോൾഡ് ചെയ്ത പോസ്റ്റ് ജനറൽ മാനേജർ ആൻഡ് ചീഫ് റിസ്ക് ഓഫീസർ എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ ഇടയിൽ CSBയിൽ ഒരുമാതിരി എല്ലാ സീനിയർ മാനേജ്മെൻറ്റ് പൊസിഷൻസ് ലൈക്ക് ഹെഡ് ഓപ്പറേഷൻസ്, ഹെഡ് ക്രെഡിറ്റ് മോണിറ്ററിംഗ് റിക്കവറി, ഹെഡ് സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഇങ്ങനെയുള്ള ആൻഡ് ഹെഡ് തേർഡ് പാർട്ടി ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാങ്കർ എന്നുള്ള നിലയ്ക്ക് ഒരു വളരെ വൈഡായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ ഉണ്ട്. അവിടെ തന്നെ ഈ ഹെഡ് തേർഡ് പാർട്ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്ന സമയത്ത് ബാങ്കിൻ്റെ ഇൻഷുറൻസ് പ്രോഡക്ട്സ്, മ്യൂച്വൽ ഫണ്ട് പ്രോഡക്ട്സ്, അങ്ങനെയുള്ള വെൽത്ത് മാനേജ്മെൻറ്റ് പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യൽ, അതിൻ്റെ ടൈഅപ്സ്, അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ കസ്റ്റമർ ഫുൾഫിൽമെൻറ്റ്, ഇതെല്ലാം നോക്കിയിരുന്നതും ഞാനായിരുന്നു. അപ്പം ദിസ് വെർ ഐ കം ഫ്രം. എനിക്ക് 2 പേരോട് ഒരേ ചോദ്യമാണ്. സാറ് നമ്മുടെ നാട്ടിലിപ്പോൾ സാർ ഇത്രയും കാലം ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ കൺസൾട്ടിംഗ് ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിനെ കുറിച്ച് സാറ് കാണുന്നൊരു സാറിൻ്റെ ഒരു ഐഡിയ എന്താ? ആക്ച്വലി ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഡെഫിനറ്റ്ലി ലാക്ക് ചെയ്യുന്നുണ്ട്. ലാക്ക് ചെയ്യുന്നതിൻ്റെ ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വാർട്ടേഴ്സ് എന്നുള്ള ആൾക്കാർ പോലും അത് ലാക്ക് ചെയ്യുന്നു എന്ന് വേണം പറയാം. അതായത് നമ്മളിപ്പോൾ അത്യാവശ്യം വിചാരിക്കുന്നത് വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈവൺ ഈ പറഞ്ഞ മാതിരി ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, ഈവൻ ഫിനാൻസ് പ്രൊഫഷണൽസ്, ഓക്കെ, അവരിൽ വരെ ഞാൻ ഈ പേഴ്സണൽ ഫിനാൻസിൻ്റെ സൈഡിൽ ഒരുപാട് സാധനങ്ങൾ ലാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദേ മൈറ്റ് ബി മാനേജിങ് ദി കമ്പനി ഫിനാൻസസ് വെരി വെൽ, പക്ഷേ അവരുടെ പേഴ്സണൽ ഫിനാൻസിൻ്റെ സൈഡ് വരുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ടാക്സ് മാനേജ് ചെയ്യാൻ അറിയണ്ടാവും, ടാക്സ് പഠിക്കണ്ടാവും, പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള കണ്ടിജൻസി പ്ലാനിങ്, അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ആവശ്യം, ഇതൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ പറയുക, ദ ലെവൽ ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവാണ്. ഓഫ് ലേറ്റ് ഉള്ള ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് കാരണം ഒരുപാട് ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സും അല്ലാത്തവരും ഒക്കെ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുറേ
അത് ഇമ്പ്രൂവ് ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അവിടെയുമുള്ള ഒരു പ്രോബ്ലം ഓതൻറ്റിസിറ്റി ഒരു പ്രശ്നമാണ്. ഓതൻറ്റിസിറ്റി ഒരു വലിയ പ്രോബ്ലമാണ്. ഇത് ആരാണ് പറയണത് എന്നുള്ളത് പലരും അന്വേഷിക്കാറില്ല. ആൻഡ് എവരിബഡി ഈസ് ആഫ്റ്റർ ക്വിക്ക് മണി. അവിടെ പലരുടെയും ഫോക്കസ് പോകുന്നത് കാശുണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുന്നത് മാത്രമല്ല, ഉള്ള കാശ് കൊണ്ട് എങ്ങനെ ഭംഗിയായിട്ട് ജീവിക്കാം എന്നുള്ളതും അതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഒരു ഡെപ്തിലുള്ള ഫോക്കസ് ഇപ്പോഴും പോകുന്നില്ല. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. സോഷ്യൽ മീഡിയ പക്ഷെ പലരും നമ്മളെ ഇൻഫ്ലുവൻസ് അല്ല ചെയ്യണം, മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്ന ഒരു സങ്കടമുണ്ട്. സ്നേഹ പപ്പയുടെ ഒരു പാത പിന്തുടർന്നിട്ടായിരിക്കും എന്തായാലും. കാരണം നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലും സർക്കംസ്റ്റാൻസിലും ജീവിച്ച കാരണം ഫിനാൻസുമായി ബന്ധപ്പെട്ട ടെർമിനോളജീസൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു ജനറേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഞങ്ങളുടെ ജനറേഷനിലും ആ ഗ്യാപ്പ്. കാരണം ജസ്റ്റ് ലൈക്ക് ഈ സ്കൂൾ സിസ്റ്റം, അക്കാഡമിക് സിസ്റ്റം ഹാസൻ ചേഞ്ച്ഡ് മച്ച് ഓവർ ദി ഇയേഴ്സ്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഒന്നും സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ജനറേഷനിലും ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു എൻവയൺമെൻറ്റ് ലൈക്ക് അപ്പയുടെ ബിസിനസ് ആക്കുമ്പോൾ അങ്ങനെ ഈ ഒരു എൻവയൺമെൻറ്റിലായിരുന്നുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് എഫിനിറ്റിയും പിന്നെ അപ്പയുടെ ഒരു റിജിഡ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മുകളിലേക്ക് കാർബൺ കോപ്പി രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഐ ഹാവ് എ സർട്ടൺ ഐഡിയ ഓഫ് വാട്ട് ടു ഡു. അപ്പോൾ ഞാൻ എൻ്റെ നിയർ ആൻഡ് ഡിയർ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആൻഡ് അവരുടെ അടുത്തു നിന്നുള്ള ലൈക്ക് വെരി റോ റെസ്പോൺസ് തന്നെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഒരു ഭയങ്കര കെയർ ഫ്രീ മൈൻഡ് സെറ്റാണ്. ബട്ട് അഗൈൻ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് ഇറ്റ്സ് ചേഞ്ചിങ്. അവിടെ ആകെ പ്രശ്നം ഇസ് ദാറ്റ് വൺ ഷൂ ഡസൻ ഫിറ്റ് ഓൾ, എസ്പെഷ്യലി ഇൻ ഫൈനാൻസ്. അപ്പം ഒരാളുടെ ഫൈനാൻഷ്യൽ ബ്ലൂ പ്രിൻ്റ് അയാളുടെ ഫിംഗർ പ്രിൻ്റ് പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അയാളുടെ ഗോൾസ്, അയാളുടെ ഇൻകം, അങ്ങനെയൊക്കെ. അപ്പം ഒരു ജനറിക് അഡ്വൈസ് കേട്ട് അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ഡു മോർ ബാഡ് ദാൻ ഗുഡ്. അപ്പം ആ ഒരു നോളജ് ഞങ്ങളുടെ ജനറേഷന് കുറവാണ്. ഇപ്പം ഒരാൾ പറഞ്ഞു അയാളുടെ റീലിന് ഒരു 1 million വ്യൂസ് ഉണ്ട്, സോ ദിസ് ഇസ് ട്രൂ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ നെഗറ്റീവ് കോൺസിക്വൻസ് വരുമ്പോഴത്തേക്കും ഓക്കെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക്. അപ്പം ദാറ്റ് ഇസ് കോമൺ. ബട്ട് അതർവൈസ് ഒരു അവയർനെസ് പെർസ്പെക്റ്റീവിൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ബിക്കോസ് ഒരു സൈഡിൽ കൂടെ ദർ ആർ എ ഫ്യൂ പീപ്പിൾ ഹു അപ്രോച്ച് മീ സെയിങ് സ്നേഹ ദിസ് ഇസ് വാട്ട് യു ഡു, ഓക്കെ സോ ഹൗ ക്യാൻ ഐ ഇൻവെസ്റ്റ്, ഐ ഹവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. കാരണം ഐ എം 24 right now. എല്ലാം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏജാണ്. അപ്പം സം പീപ്പിൾ ആർ ലൈക്ക് ഐ വോണ്ട് ടു റിട്ടയർ ഏർലി. എവറിബഡി ആ ഒരു ഫയർ കോൺസെപ്റ്റാണ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് റിട്ടയർ ഏർലി. അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ ദേ ആർ ലൈക്ക് ഓക്കെ വാട്ട് ഷുഡ് ഐ ഡു നൗ, അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. സോ അവർക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ഗൈഡ് ചെയ്യുക, അത് ഒരു ആസ്പെക്റ്റാണ്. ആ അവയർനെസ് കൂടി വരുന്നത് ഡെഫിനറ്റ്ലി എ തിങ്. പക്ഷേ ഇഗ്നറൻസ് ഇസ് ഓൾസോ ദെയർ ഓൺ വൺ സൈഡ്. സാർക്ക് ഓർമ്മയുണ്ടോ നമ്മൾ 2008-9 ആ ടൈമിൽ റിസഷൻ വന്ന സമയത്ത് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നൊരു ന്യൂസാണ്, ഒരുപാട് ഹൈലി പെയ്ഡായ പ്രൊഫഷണൽസ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഈവൻ സൂയിസൈഡ് വരെ ചെയ്തു. നമ്മൾ ഒരുപാട് ട്രാജഡി ആയ കുറേ സാധനം നമ്മൾ ആ സമയത്ത് കേട്ടായിരുന്നു. അപ്പോൾ അത് ഒരു പോസിറ്റീവ് കാര്യമില്ലാത്ത കാരണം മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ അന്നൊക്കെ ഞാനൊക്കെ ആലോചിക്കാമെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണ്, ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു ഇത്രയും ഹൈലി പെയ്ഡായി ഇത്രയും വർഷം വർക്ക് ചെയ്ത ആൾക്കാർ എന്തുകൊണ്ട് ഒരു ദിവസം ജോലി നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ കാരണം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ഗ്രാജുവേറ്റിന് സമയത്തോളം നമ്മൾ കാണുന്ന ഡ്രീം പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഡ്രീമായ കമ്പനികൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ചെയ്യണേ. ശരിക്കും ഇതിൻ്റെ ഒരു റീസൺ ആളുകളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലായ്മയും ലിറ്ററസി ഇല്ലായ്മയാണോ? 2008 വരെ പോകണ്ട, അതിന് കുറച്ചും കൂടെ റീസെൻറ്റ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ കോവിഡ് 2020 കോവിഡ് അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ആൻഡ് നേരത്തെ സ്നേഹ പറഞ്ഞ മാതിരി എനിക്ക് ആ 2020 വന്നിട്ടുള്ള ഒരുപാട് കോൾസ്, അതായത് നല്ല ജോലിയിലിരുന്നിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ലപോലെ ഇൻകം ഉണ്ടായിട്ട് പെട്ടെന്ന് കോവിഡ് ലോക്ക്ഡൗണും വന്നു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഇൻകം സോഴ്സ് നിന്നപ്പോൾ അടുത്ത മാസത്തെ സ്കൂൾ ഫീസ് അല്ലെങ്കിൽ അടുത്ത മാസത്തെ ഹൗസ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല് വരെ അടയ്ക്കാൻ പറ്റാത്ത കുറേ പേരൊക്കെയാണ് കോൾസ് വന്നത്. ആൻഡ് ഇവരാരും ഒരു ലോ ഇൻകം അല്ലല്ല, അത് ക്ലിയർലി നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെയും ഫിനാൻഷ്യൽ ലിറ്ററസിയുടെയും അവയർനെസ്സിൻ്റെ കുറവാണ്. ഇതിനകത്ത് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഫൗണ്ടേഷൻ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടിജൻസി പ്ലാനിങ് ആണ്, കണ്ടിജൻസി ഫണ്ട് മാനേജ്മെൻ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതിനെ കൂടെയൊക്കെ പോകുന്നവർ ആ സ്റ്റെപ്പ് ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പ് മറികടന്നിട്ട് 4ാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും 4ാമത്തെ സ്റ്റെപ്പ്, അതും ഏറ്റവും വോളട്ടൈലായ സ്ഥലത്ത്, ഇന്ന് കാശിട്ടിട്ട് നാളെ കിട്ടുന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. സർപ്ലസ് ഫണ്ട് ഫിനാൻസ് വെച്ച് ചെയ്യേണ്ട സാധനമാണ് ഫസ്റ്റിലെ ഗൈഡ് ചെയ്യുന്നത്, ആദ്യമേ തീർത്തിട്ട് പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും ഒരാളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഒരു കണ്ടിജൻസി ഫണ്ട് പ്ലാനിങ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആൻഡ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് നേരത്തെ സ്നേഹ പറഞ്ഞ മാതിരി ഓരോരുത്തർക്കും വേണ്ട കണ്ടിജൻസി ഫണ്ട് അയാളുടെ പെക്യുലർ ആയിരിക്കും. എനിക്ക് വേണ്ടതായിരിക്കില്ല ഇപ്പം നിങ്ങൾക്ക് വേണ്ടി വരിക, അതായിരിക്കില്ല സ്നേഹയ്ക്ക് വേണ്ടി വരിക. അപ്പോൾ ആളുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച്, ആളുടെ ജനറൽ ഇൻകം കപ്പാസിറ്റി അനുസരിച്ച്, ആളുടെ സൊസൈറ്റിയിലെ സ്റ്റാൻഡിങ് അനുസരിച്ച്, സോ ഇറ്റ് ഹാസ് ടു ബി സെപ്പറേറ്റ്ലി വെക്കണം. പക്ഷേ ഒരു തമ്പ് റൂൾ പറയാനാണെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എല്ലായിടത്തും കുറേ തമ്പ് റൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തമ്പ് റൂൾ അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ പറയുക ഡബിൾ ഇൻകം ഹൗസ് ഹോൾഡ്സ്, ഹസ്ബൻഡും വൈഫും ഏൺ ചെയ്യുന്ന ഹൗസ് ഹോൾഡ്സ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 months ഹൗസ് ഹോൾഡ് എക്സ്പെൻസസിനുള്ള എമൗണ്ട് അവിടെ ഒരു കണ്ടിജൻസി ഫണ്ടായിട്ട് വേണം. സിംഗിൾ മെമ്പറാണ് ഏണിംഗ് എന്നുണ്ടെങ്കിൽ ആ 3 എന്നുള്ളത് 6 months. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്ന് പറയുന്നതിനകത്ത് എല്ലാം വരും, ഇൻക്ലൂഡിങ് യുവർ EMI പേയ്മെൻറ്റ്സ്. അപ്പോൾ വീട്ടിലെ എല്ലാ ചിലവ്, സ്കൂൾ ഫീസ്, വാടക, ഇലക്ട്രിസിറ്റി, 6 മാസം ജീവിക്കാൻ പറ്റും. ഒരു വരുമാനവും വന്നില്ലെങ്കിലും 6 മാസവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കാര്യമായിട്ട് കുറയ്ക്കാണ്ട് ജീവിക്കാനുള്ള ഫണ്ട് കണ്ടിജൻസി ഫണ്ടായിട്ട് വേണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇതെവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നാച്ചുറലി വരും. അപ്പോൾ കണ്ടിജൻസി ഫണ്ട് ഏറ്റവും എളുപ്പത്തിൽ ക്യാഷായിട്ട് മാറ്റാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം വിഡ്രോ ചെയ്യാവുന്ന, ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം പോകാൻ. വിച്ച് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നമ്മൾ പറയുമ്പോൾ മോസ്റ്റ്ലി അതൊരു ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട്, ബാങ്ക് സേവിങ്സ് അക്കൗണ്ട്, ബാങ്ക് സേവിങ്സ് അക്കൗണ്ടായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് FD ആയിട്ടോ വേണം പോകാനായിട്ട്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ യങ്ങർ ജനറേഷൻ്റെ കേസിൽ പ്രത്യേകിച്ചും SIPs സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ പറയുന്ന ലെവൽ ഓഫ് കണ്ടിജൻസി ഫണ്ട് പലപ്പോഴും ഉണ്ടായിന്ന് വരില്ല. സാർ പേഴ്സണൽ ഫിനാൻസ് പറയുന്നെങ്കിൽ ശരിക്കും പറയും കമ്പനികളുടെ ഫിനാൻസിങ്ങിൽ ഇത് ഒരു സ്റ്റെപ്പ് വേണം. ഞാൻ ബിസിനസ് കൺസൾട്ടിങ് സൈഡിൽ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ബ്ലഡാണ്. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓക്സിജനാണ്. ഓക്സിജൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് സെക്കൻഡുകൾക്കോ മിനിറ്റുകൾക്കോ അപ്പുറം ജീവിക്കാൻ പറ്റില്ല. ബ്ലഡ് ഇല്ലെങ്കിലും കുറച്ച് നാളെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാധനമാണ് ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി പല ബിസിനസ് എൻ്റർപ്രൈസസിലും ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് മാനേജ് ചെയ്യാറില്ല. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കാണുന്ന ഒരു ഈവൺ അത് നാളെ ഒരു വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനാണ് പോകുന്നത്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആർക്കും ഈ 5 inch സ്ക്രീൻ ഇങ്ങനെ പിടിച്ച് എന്തും പറയാം. നേരത്തെ സ്നേഹ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതാണ് ഓതൻറ്റിസിറ്റി എന്ന് തിങ്ക് ചെയ്യുന്ന ഒരു ജനറേഷനുണ്ട്. പക്ഷെ ഫിനാൻസ് പോലത്തെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പോലത്തെ ഒക്കെ സ്ഥലത്ത് അത് കുറച്ചുകൂടി ഓതൻറ്റിസിറ്റിയും പ്രൊഫഷണലും ആയിരിക്കണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഒരു ആളുകൾ ഒരു ലേമാൻ ഏത് സ്ഥലത്തു നിന്ന് അഡ്വൈസ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സാർ ഒരു ലേമാന് മനസ്സിലാവുന്ന രൂപത്തിൽ ഇന്ന സ്ഥലത്തു നിന്ന്, അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻസ്, ഇന്ന സർവീസസ് എന്ന് പറയണത് എന്തായിരിക്കും മെൻഷൻ ചെയ്യാം? ഫിനാൻഷ്യൽ ഇതിൻ്റെ ഇത് വരുമ്പോഴേക്കും ഒന്ന് ഒരു ഫിനാൻസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ, അതായത് ഒരു ഫിനാൻഷ്യൽ ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ഫിനാൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് ആ ഇൻഡസ്ട്രിക്കായിട്ട് പറയുന്ന സെപ്പറേറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻഷുറൻസിനാണെങ്കിൽ IRDAയുടെ സർട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിനാണെങ്കിൽ ആംഫിയുടെ സർട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിനാണെങ്കിൽ സെബിയുടെ സർട്ടിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ അഡ്വൈസ് എടുക്കുന്നത്, ഈ അഡ്വൈസ് എടുക്കുന്ന ആൾക്ക് അതാത് ഇൻഡസ്ട്രിയിൽ വേണ്ട എക്സ്പീരിയൻസും എക്സ്പോഷറും സർട്ടിഫിക്കേഷൻസും ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി പലരും അത് നോക്കാറില്ല. പിന്നെ പല സെഗ്മെൻറ്റിലെ ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർ ഓരോരോ സെഗ്മെൻറ്റിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് അവിടെയാണ് അൾട്രൂയിസ്റ്റിക് ഡിഫറൻ്റ് ആവുന്നത്. ഇപ്പോൾ നിങ്ങൾ പോയിട്ടൊരു ഇൻഷുറൻസ് കൺസൾട്ടൻറ്റിനോട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ചോദിച്ചാൽ അയാൾ നിങ്ങളോട് ഇൻഷുറൻസ് മാത്രമേ പറയൂ. മ്യൂച്വൽ ഫണ്ടിലുള്ള ആളോട് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മ്യൂച്വൽ ഫണ്ട് മാത്രമേ പറയൂ. ഇക്വിറ്റിയുള്ള അങ്ങനെ ഇതിനെ ഹോളിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നാലാണ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ലെവലിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് കിട്ടുക. ഹോളിസ്റ്റിക് സൊല്യൂഷൻസ് ആണ് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും ഹോളിസ്റ്റിക് സൊല്യൂഷൻസ് ആണ്. ആൻഡ് ഹോളിസ്റ്റിക് സൊല്യൂഷൻസിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ഈ പറഞ്ഞ മാതിരി കണ്ടിജൻസി പ്ലാനിങ് ഉണ്ട്, റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്. റിസ്ക് അസസ്മെൻറ്റിൽ തന്നെ ലൈഫ് വരും, ഹെൽത്ത് വരും, അസറ്റ്സിൻ്റെ ഇത് വരും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് പോകാനാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും, ലൈഫ് സൈക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾസിൻ്റെ ഫുൾഫിൽമെൻറ്റ് വരും, റിട്ടയർമെൻറ്റ് പ്ലാനിങ് വരും, എസ്റ്റേറ്റ് പ്ലാനിങ് വരും. ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന പ്രോബ്ലമാണ്, അവർ അസറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് അയാൾ പോയി കഴിയുമ്പോൾ ഇയാളുടെ അസറ്റ്സ് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ക്ലാരിറ്റി ഇല്ല. പിന്നെ വീട്ടുകാരെ ഒന്നിച്ച് നിർത്താനായിട്ടാണ് കാശ് ഉണ്ടാക്കിയത്, അയാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും വീട്ടുകാർ തമ്മിൽ ഈ കാശും പറഞ്ഞിട്ട് അടിയായി. അപ്പോൾ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു സബ് എലമെൻ്റായിട്ട് വരുന്ന സാധനമാണ് ക്രെഡിറ്റ് കൗൺസിലിംഗ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഫിനാൻഷ്യൽ പ്ലാനിങ്. നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഹൗസിംഗ് ലോൺ ആണെങ്കിലും ശരി, കാർ ലോൺ ആണെങ്കിലും ശരി, ഒരുപാട് ബാങ്ക്സ് ഉണ്ട്, ഒരുപാട് NBFCs ഉണ്ട്. ഇത് എവിടെ നിന്ന് എടുക്കണം, എത്ര എടുക്കണം, എവിടെ നിന്ന് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും,
എന്താ ഫ്ലാറ്റ്, എന്താ ഡിമിനിഷിങ്, എന്താ ഫ്ലാറ്റ്, എന്താ ഡിമിനിഷിങ്, എന്താണ് MCLR, എന്താണ് റിപ്പോ ലിങ്ക് റേറ്റ്, ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. കിട്ടുന്നിടത്തുനിന്ന് കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച്. അപ്പോൾ അവിടെ ക്രെഡിറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഓൾറെഡി ക്രെഡിറ്റ് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപക്ഷെ അയാളുടെ സാമ്പത്തിക അവസ്ഥയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നതനുസരിച്ചിട്ട് ആ എടുത്തിട്ടുള്ള ലോൺസ് സ്ട്രെസ്ഡ് ആവാം. അപ്പോൾ ആ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പ്രത്യേകിച്ചുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങൾ ഒരുപാട് ആത്മഹത്യകൾ, കടം കൂടിയിട്ടുള്ള ആത്മഹത്യകൾ, കർഷക ആത്മഹത്യകൾ എന്നൊക്കെ പറഞ്ഞ് കാണും. ബേസിക്കലി കടം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കടം വരുമ്പോൾ നമ്മുടെ ആൾക്കാർക്കുള്ള പ്രശ്നം അവരതിനെക്കുറിച്ച് മിണ്ടില്ല. ഒരു ഒട്ടകപക്ഷിയുടെ അപ്രോച്ചാണ്. കടമെടുത്ത് കടം പ്രശ്നമായി കഴിഞ്ഞാൽ ഉടനെ തലപൊത്തി നിന്നാൽ അതതിൻ്റെ സൊല്യൂഷൻ കാണും. അതിനെക്കുറിച്ചിട്ട് എത്രയും നേരത്തെ നിങ്ങൾ സംസാരിക്കുന്നു, എത്രയും നേരത്തെ അത് സോൾവ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുന്നു, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെറ്റ് മാനേജ്മെൻറ്റ് സർവീസസ്, അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, ഇതിനെക്കുറിച്ചുള്ള കൺസൾട്ടിങ് സർവീസസ്. ആൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ക്രെഡിറ്റ് മോണിറ്ററിങ് ആൻഡ് റിക്കവറിയുടെ ഹെഡായിരുന്നു. ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ സമയത്ത് തന്നെ ചില ആൾക്കാർക്കൊക്കെ സൊല്യൂഷൻസ് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സൊല്യൂഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2 സർവീസുകളിൽ ഒരു കീ എലമെൻറ്റ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ ഡെറ്റ് മാനേജ്മെൻറ്റ് സർവീസസ്, ക്രെഡിറ്റ് കൗൺസിലിംഗ് ആൻഡ് ഡെറ്റ് മാനേജ്മെൻറ്റ് സർവീസസ് ആണ്. ഫാദർ കുറച്ച് കാലം ബാങ്കിൽ വർക്ക് ചെയ്തിട്ടാണ് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു സ്നേഹ ഡയറക്റ്റ്ലി ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരും. എങ്ങനെ ഒരു ആസ് എ ഓണ്ടർപ്രണർ എന്നുള്ള ജേണി എങ്ങനെയുണ്ട്? എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഫാദർ ഫൈനാൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, മൈ മോം ഹാസ് അക്കാഡമിക്കലി എ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ബട്ട് ഷീസ് എ ഹോം ബേക്കർ. ഓക്കെ. ആൻഡ് ഇപ്പം ഞങ്ങൾക്കൊരു artisanal candle venture ഉണ്ട്. Okay. So she's been an entrepreneur since 2013. She had her own play school, daycare, അങ്ങനത്തെ ഒരു അത് വെച്ചാണ് അമ്മ തുടങ്ങിയത്. So from 2013 I've passively seen ഈ entrepreneurial journey. Appa ventured into his entrepreneurship in 2018. So actively അല്ലെങ്കിലും passively I have been involved and I have been supporting all these ventures. So ഓൺടർപ്രണർഷിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പാർക്ക് വാസ് ഓൾവേസ് ദെയർ അറ്റ് ഹോം. ഓക്കെ. ആൻഡ് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്രോച്ച് വെച്ചിട്ട് ദ ബെസ്റ്റ്, ലൈക്ക് ഐ ഹാഡ് 2 years experience under my father and that's the best experience I could ask for. ഏറ്റവും വലിയ critic is my father, so then you know ആ ഒരു രീതിയിൽ that's the best experience I could ask for. So even though I do not have an external experience, these 2 years are golden. അപ്പം അത് കഴിഞ്ഞിട്ട് when I ventured into altruistic, I had a foundation. പിന്നെ as you know, my father is a chief knowledge officer, so I have his guidance also. പിന്നെ അക്കാഡമിക്കലി ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ബിക്കോസ് ലൈക്ക് യു സെഡ് ക്രെഡിബിൾ സോഴ്സ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ഡു വോട്ട് യു പ്രീച്ച് ആൻഡ് പ്രീച്ച് വോട്ട് യു ഡു. അപ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന സാധനം എന്താണെന്നറിയാം, അത് നമ്മൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത് എന്താണെന്ന് പഠിച്ച് അറിഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ പ്രോസ് കോൺസ് അറിഞ്ഞിട്ട് വേണം ആളുകൾക്ക് കൊടുക്കാൻ എന്ന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അപ്പോൾ അക്കാഡമിക്കലി ഐ കീപ്പ് അപ്ഡേറ്റിംഗ് മൈ സെൽഫ്. ഐ ഹവ് കംപ്ലീറ്റഡ് ഡുവൽ MCom, ഐ ഹവ് കംപ്ലീറ്റഡ് ഐ എം ഡൂയിങ് CPA റൈറ്റ് നൗ. അങ്ങനെ സർട്ടിഫിക്കേഷൻസ്, ഓൾ ദാറ്റ്. സോ ഒരു കോൺസ്റ്റൻറ്റ് അപ്ഗ്രഡേഷൻ ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഒരാളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ അയാൾ ആദ്യമായിട്ടൊരു ഒരു പേഴ്സണൽ ഫിനാൻസിങ്ങിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അയാൾക്കൊരു ഇൻകം സോഴ്സ് വന്നു തുടങ്ങി, അയാൾ ഏൺ ചെയ്യാൻ തുടങ്ങിയാൽ അയാൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ പാടില്ലാത്തത് എന്താ, നിർബന്ധമായും ചെയ്യേണ്ടത് എന്താ? എല്ലാവരുടെയും കേസാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ വാട്ട് ദേ ഡിഡ് ഇസ് അവർ EMIയിൽ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. സോ ഐഫോൺ അല്ലെങ്കിൽ ബൈക്ക്. സോ മൈ ഫ്രണ്ട് സ്റ്റാർട്ടഡ് ഏർണിംഗ് ഇൻ 2023-24. 3 months into earning, he took a bike on EMI. And കിട്ടുന്ന സാലറി ഒക്കെ വെച്ചിട്ട്, ആൻഡ് ഹി ബോട്ട് എ ഫോൺ ഓൾസോ EMIയിൽ, ഐഫോൺ. സോ എല്ലാം അങ്ങനെ ക്രെഡിറ്റ് ഇതിൽ ഇങ്ങനെ ഇത് സോ EMIയിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് അഫോർഡബിൾ നൗ. പക്ഷെ വെൻ യു ആക്ച്വലി കാൽക്കുലേറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് തിങ് ടു ഡു അറ്റ് ഫസ്റ്റ്. സോ ഫസ്റ്റ് നമുക്കൊരു ഇൻകം കിട്ടുമ്പോഴത്തേക്കും അപ്പോൾ പറഞ്ഞാൽ കണ്ടിജൻസി പ്ലാനിങ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് SIP, കാരണം ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വരും. ഈ വെൽത്ത് ഇസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ പ്ലാനിങ്, അല്ലാതെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇസ് നോട്ട് എ ബൈ പ്രോഡക്റ്റ് ഓഫ് വെൽത്ത്. അപ്പോൾ ആ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു മിസ്കൺസെപ്ഷൻ മാറ്റി ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നേരത്തെ കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റേതായ ഒരു ഡിഫറൻസ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ കാണും. സോ ഇറ്റ് നീഡൻ ബി എ ഹ്യൂജ് എമൗണ്ട്, ഒരു 500,000, because all these people are earning very well for their
സ്റ്റാർട്ടിങ് സ്റ്റേജ്. അപ്പോഴത്തേക്കും അതൊന്ന് മാറ്റി വെച്ച് ആ ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്താൽ ഓവർ ടൈം ഇറ്റ് വിൽ ബെനിഫിറ്റ് ദം അ ലോട്ട്. That is what we advise at Altruistic. അപ്പം when people approach us, and we recommend that people approach us for this, so that we can tell them ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ this is what you'll end up. But what happens is that ഇത് പറഞ്ഞ പോലെ people don't like to pay professional fees for something, or ഇത് എനിക്ക് ഓൺലൈൻ കിട്ടും, സോഷ്യൽ മീഡിയയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന അഡ്വൈസ്, ആൻഡ് why should I pay them for this? അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഫസ്റ്റ് they don't pay heed, സെക്കൻഡ് അവർ ആ അഡ്വൈസ് ഇംപ്ലിമെൻറ്റും ചെയ്യത്തില്ല. പിന്നെ ഉള്ള പ്രശ്നം ഇങ്ങനെ ഇപ്പം ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സാങ്ക്ടിറ്റി, ലൈക്ക് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് തിങ്, അതൊരു ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട തിങ്ങാ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് ഡീവിയേഷനും ഉണ്ട്, എസ്പെഷ്യലി ഫോർ ദ യങ്ങർ ജനറേഷൻ. കാരണം പണ്ട് ലോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലയബിലിറ്റിയാണ്, ആ ഒരു ലയബിലിറ്റി, ഒരു ഭയങ്കര സ്ട്രോങ് ഫീലിംഗ് ആയിരുന്നു ദാറ്റ് ഓക്കെ ദിസ് ഇസ് സംതിങ് ഐ ഹാവ് ടു റീപേ ഇൻ ദ ഫ്യൂച്ചർ. പക്ഷേ ഇപ്പം എന്താ പറയുക, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അല്ലെങ്കിൽ പേപ്പർലെസ് ക്രെഡിറ്റ്, അങ്ങനെ സോ മെനി ഓപ്ഷൻസ്, GPay അവിടെ ഇവിടെയൊക്കെ you get loans so easily, like in seconds you get loans of small to big amount. അപ്പം അതിൻ്റെ ആ ഒരു ഈസ് ഓഫ് അവൈലബിലിറ്റി കാരണം ആ ഒരു ഫീലിംഗ് ദാറ്റ് ഇറ്റ്സ് എ ലയബിലിറ്റി മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവർ ചെയ്യുന്നത് ഈ EMI അങ്ങനത്തെ ഇത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ their life will come to a standstill. അതിൽ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകൾ പറയാം. ഒരു കേസ് എന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളൊരു ലോൺ, ആക്ച്വലി അവർ ലോൺ ഓൺ ടാപ്പിലാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ തലമുറ വെച്ച് പറയുമ്പോൾ ലോൺ ഓൺ റേഷനായിരുന്നു. അന്നൊരു പേഴ്സണൽ ലോണൊക്കെ കിട്ടണമെങ്കിൽ 10 ബാങ്കിലെങ്കിലും കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ ഫോണിൽ കുത്തി അപ്പം ലോൺ കിട്ടും. ഇതിനൊക്കെ ഈ എലിജിബിലിറ്റീസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തിട്ടാണ് അടുത്ത സ്ഥലത്ത് ചെല്ലുന്നതെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം 10 സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യും, 10 സ്ഥലത്തു നിന്നും കിട്ടും, വിച്ച് ആക്ച്വലി മീൻസ് അവൻ്റെ എലിജിബിലിറ്റി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇത് തിരിച്ചടയ്ക്കാൻ എവിടെയെങ്കിലും എല്ലാം സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ 10 സ്ഥലത്തേയും ഡിഫോൾട്ടായി, അവൻ്റെ സിവിൽ സ്കോർ പോയി, അവൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്ട്രെസ്ഡ് അസെറ്റായി, അങ്ങനെയുള്ള കോംപ്ലക്സിറ്റീസിലേക്ക് പോകും. 1. 2, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നതും ഇപ്പോൾ ഈസിലി അവൈലബിളായി. ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു 80-85% ആൾക്കാർക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയുന്നില്ല. അവർ പലരും മിനിമം ബാലൻസ് അടയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, മിനിമം ബാലൻസ് അടയ്ക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. 36 to 42% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾ എന്ത് കച്ചവടം ചെയ്താലും ശരി, എവിടുന്ന് ഏൺ ചെയ്താലും ശരി, ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. അപ്പോൾ റിവോൾവിംഗ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു മാസം അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ റിവോൾവിംഗ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ടോട്ടൽ ലാക്കാണ്. സാർ, ശരിക്കും നമ്മൾ ഈ ഫൗണ്ടേഷനിലേക്ക് ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു വലിയ ആവശ്യം ഇവിടെയുണ്ട്. ഇതിപ്പോൾ ആളുകൾക്ക് എങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതേമാതിരിയുള്ള സോഷ്യൽ കൺസേൺസ് ഉള്ള അസോസിയേഷൻസുമായിട്ട് ജോയിൻ ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ JCAയിൽ മെമ്പറാണ്, ലയൺസ് ക്ലബ്ബിൽ മെമ്പറാണ്, റോട്ടറി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് വഴിക്ക് ഒരു ഭാഗത്തു കൂടെ നമ്മൾ അവരുടെ പ്രോഗ്രാംസിൽ, എസ്പെഷ്യലി JCAയുടെ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് ട്രെയിനിങ് ഇനീഷ്യേറ്റീവ്സ്, അപ്പോൾ അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ സ്കൂൾസ്, കോളേജസ്, ആക്ച്വലി ഞാൻ ചില കോളേജസിൽ, ഇപ്പം ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചില കോളേജസിലൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇൻഫാക്റ്റ് കഴിഞ്ഞ കൊല്ലം രാജഗിരിയുടെ ഫിനാൻഷ്യൽ ക്ലബിൻ്റെ ഇനോഗ്രേഷൻ സ്നേഹയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കോളേജസിലേക്കും സ്കൂളുകളിലേക്കും ആക്ച്വലി പാസ് ഓൺ ചെയ്യുന്ന മെസ്സേജസ് ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലബ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് വേണ്ട നോളജ് പാർട്ണറായിട്ട് നിൽക്കും. ആൻഡ് ദെൻ അവിടെ തന്നെ മെല്ലെ ദേ വിൽ ഒരു സെക്കൻഡ് ലൈൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പുൾ ഓഫ്. അല്ലാണ്ട് കണ്ടിന്യൂസ് ബേസിസിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ടീച്ചറെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് അവിടെ ഒരു മെഷീനറി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ഉണ്ടായി. ആൻഡ് ദാറ്റ്സ് വാട്ട് ആക്ച്വലി വി ആർ ട്രൈങ് ടു. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സസ്റ്റൈനബിലിറ്റി ഗോൾസിൽ ഒന്നാണ്. പക്ഷേ അത് ഇതേവരെ നമ്മുടെ കരിക്കുലത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ കരിക്കുലത്തിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ സ്കൂൾസിലേക്കും കോളേജസിലേക്കും പോയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലബ്ബ് തുടങ്ങാം എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഗെറ്റ് എ വെരി വെൽക്കമിങ് റെസ്പോൺസ്. ബട്ട് ഹോപ്പ്ഫുള്ളി ടൈംസ് വുഡ് ചേഞ്ച്. സ്നേഹയുടെ ഒരു ഇപ്പോൾ ആർട്ടിസ്റ്റിക് സൊല്യൂഷൻസിൻ്റെ ഒരു ഡ്രീം ശരിക്കും എന്താണ്? സോ ബേസിക്കലി ഞങ്ങളുടെ ഗോൾ ഇസ് ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ് ത്രൂ ഫൈനാൻഷ്യൽ പ്ലാനിങ്. സോ ആളുകളിലോട്ട് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഇമ്പോർട്ടൻസ് എത്തിക്കുക. ദാറ്റ് ഈസ് ദ പ്രൈമറി ഗോൾ. സോ ഐ തിങ്ക് ഇഫ് എ പേഴ്സൺ ഇസ് ഫൈനാൻഷ്യലി അവെയർ ആൻഡ് ഹീ ഈസ് ഫൈനാൻഷ്യലി ഫ്രീ, it gives him a lot
of space. That is, financial freedom is the epitome. Like, making money is not the ultimate goal. Financial freedom is to do what you want when you want. അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഫൈനാൻസ് ഇസ് എ ബിഗ് പ്രോബ്ലം. ലൈക്ക് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് വരുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഫൈനാൻസ് ഇസ് എ ബിഗ് കൺസേൺ ഇൻ റിലേഷൻഷിപ്സ്, ഈവൻ ബിറ്റ്വീൻ ഫാമിലീസ്. അപ്പം ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് വെൽനെസ് ആണ്. സോ ഐ തിങ്ക് ഒരാൾ ഫൈനാൻഷ്യലി സെക്യൂർ ആവുന്നത് ഇസ് ദ ബെസ്റ്റ് തിങ് ദേ കെൻ ഡു ഫോർ ദെംസെൽസ് ആൻഡ് ഫോർ ദ പീപ്പിൾ അറൗണ്ട്. അങ്ങനെ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ പില്ലർ ഓഫ് സ്ട്രെങ്ത്. നേഷൻ ബിൽഡിങ്ങിലാണെങ്കിലും ശരി, എനി അതർ ആസ്പെക്റ്റിൽ. അപ്പം അതാണ് അൾട്ടിമേറ്റ് ഗോൾ, ഇസ് ടു എംപവർ ദ നേഷൻ, മേക്ക് ഇറ്റ് സ്ട്രോങ്. ആൻഡ് അതിൻ്റെ ഫണ്ടമെൻ്റൽ, ലൈക്ക് എവറിത്തിങ് ഹാസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൈനാൻഷ്യലി അവെയർ ഇൻഡിവിജ്വൽസ് ഹു ആർ ഫൈനാൻഷ്യലി സെക്യൂർ. അപ്പം അതാണ് ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ. നമ്മുടെ ആളുകൾക്ക് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി വേണമെന്നൊരു തോന്നൽ വരുന്നത് ആക്ച്വലി ഫിനാൻഷ്യൽ ലിറ്ററി അല്ല, കാശുണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തിൽ നിന്നാണ്. അപ്പോൾ ഒരാൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു കണ്ടിജൻസി ഫണ്ടിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആളുകൾ വളരെ വോളട്ടൈലായി, ഞാൻ പേര് മെൻഷൻ ചെയ്തത് സാർക്കറിയാം, വളരെ വോളട്ടൈലായ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സർപ്ലസ് ഫണ്ട് അല്ലെങ്കിൽ സഫീഷ്യൻറ്റ് ഫണ്ട് എടുത്ത് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി ചെയ്യുന്നു. അപ്പോൾ ഒരാൾക്കൊരു ലേമാന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ബേസിക്കലി അയാൾ ചെയ്യേണ്ടത്? നമ്മളീ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ടത് കണ്ടിജൻസി ഫണ്ടിങ് ആണ്. അപ്പോൾ ഒരു എമർജൻസി വന്നാൽ അത് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ആളുടെ കയ്യിലുണ്ടാവണം. ഇത് കഴിഞ്ഞാൽ രണ്ടാമത് വേണ്ടത് റിസ്ക് പ്രൊട്ടക്ഷനാണ്. ശരിക്കും റിസ്ക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പം പല ഫാമിലീസും എടുത്ത് നോക്കിയാൽ ഒരു സിംഗിൾ ഏണിംഗ് മെമ്പർ ഫാമിലിയാണ്. ഇന്ന് വരെ ആക്ച്വലി നിങ്ങൾ സമൂഹത്തിൽ നോക്കിയാൽ കാണാം, ഇന്നലെ വരെ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന ഫാമിലി ആ ഏണിംഗ് മെമ്പർ ഇല്ലാണ്ടാവുന്നതോട് കൂടിയിട്ട് കാശില്ല, കടം, അങ്ങനെ ആകെ പ്രോബ്ലത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇയാളുടെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹി വുഡ് ഹാവ് ടേക്കൺ അഡിക്വേറ്റ് ഇൻഷുറൻസ് കവർ. ബേസിക് ആയിട്ടുള്ള നല്ലൊരു ഇൻഷുറൻസ് കവർ അയാൾ എടുക്കേണ്ടതായിരുന്നു. അതേമാതിരി തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസ്. കോവിഡ് വന്നപ്പോൾ ഉണ്ടായ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ആൾക്കാർക്ക് ബോധം വന്നു. പക്ഷേ അവിടെയുള്ള പ്രോബ്ലം, ഇപ്പോൾ ആൾക്കാർ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. എത്രയുള്ളതെന്ന് ചോദിച്ചാൽ 2 ലക്ഷം 5 ലക്ഷം. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം നോക്കുമ്പോൾ ഒരു പക്ഷേ മതിയാവും. ഇപ്പം തന്നെ നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിൽ അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും അസുഖം വന്നാൽ ഇത് മതിയാവില്ല, അത് വേറെ കാര്യം. എന്നാലും അത് മതിയെന്ന് വെച്ചാലും ഇപ്പോൾ ആവറേജ് ഇന്ത്യൻ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 75+ ആണ്. ആൻഡ് മെഡിക്കൽ ഫീൽഡിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 12 to 14% ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന 2 ലക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 30 വയസ്സുള്ള അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാൾക്ക് മതിയെന്ന് തോന്നിയാൽ പോലും ഇയാൾക്ക് 50 വയസ്സാകുമ്പോഴോ 60 വയസ്സാകുമ്പോഴോ ഇതേ കവറിൽ പോയാൽ എവിടെ എത്തില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഒരിക്കൽ പോളിസി എടുത്തു കഴിഞ്ഞാൽ പലരും അത് ടോപ്പപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടാനോ നോക്കാറില്ല. ഇതിൻ്റെ ഇടയിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സ്ക്ലൂഷൻസ്, അങ്ങനെയുള്ള കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അഡിക്വേറ്റ് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് ഒരു ചാലഞ്ച്, ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് അതിനേക്കാളും മുന്നത്തെ ചാലഞ്ച്. ഇത് ലൈഫിൻ്റെ കേസിലാണെങ്കിലും ഇനി ലൈഫിൻ്റെ സൈഡ് എടുത്താലും നിങ്ങൾ ആരോടെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഉണ്ടെന്ന് പറയും. ഉണ്ടെന്ന് പറയുന്നതിനോട് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുക, ഓക്കെ നിങ്ങൾക്ക് എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണുള്ളത്? സാറേ ഞാനൊരു 25,000 രൂപ മാസം അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ 25,000 രൂപ കൊല്ലം അടയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതല്ല ഞാൻ ചോദിച്ചത്, എത്ര രൂപയുടെ കവറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച അതെനിക്കറിയില്ല, അവയർനെസ് ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പിന്നെ എന്ത് നോക്കിയിട്ടാണ് എടുത്തത്? അതെന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ഏജൻറ്റ് പറഞ്ഞു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ്. ഞാൻ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ്? എന്നോട് പറഞ്ഞു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞു പൊന്നു സുഹൃത്തെ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അത് ഇൻഷുറൻസ്, അത് വേറെയാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റാണ് വേണ്ടെങ്കിൽ അതിന് വേറെ പ്രോഡക്റ്റ് ഉണ്ട്. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പെട്ട് കയറാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇതുപോലെ ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരുടെയും വിചാരം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ആണെന്നാണ്. അപ്പോൾ ദാറ്റ്സ് ദ ലെവൽ ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി വി ആർ ടോക്കിംഗ്. അപ്പം ഇത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടിജൻസി കഴിഞ്ഞ് റിസ്ക് മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെയാണ് അയാളുടെ ലൈഫ് സൈക്കിൾ അനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് അതിനു മുന്നേ നമ്മൾ ടെക്നിക്കലി അഡ്വൈസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്. നമ്മൾ ഒരുപാട് പേരോട് ഇപ്പം ഞാൻ വന്നിട്ട് നിങ്ങളോട് ഫിനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ഫിനാൻഷ്യൽ ഗോൾ എന്നൊക്കെ പറഞ്ഞ് കാശുകൊണ്ട് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെയാണ് ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുമ്പോൾ ഉടനെ ഒരു ലിസ്റ്റ് പറയും. എനിക്കൊരു ഐഫോൺ വേണം, എനിക്കൊരു ലാപ്ടോപ്പ് വേണം, എനിക്കൊരു കാറൊന്നും മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്, വീടൊന്നും മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും പിള്ളേരുടെ കല്യാണമുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇയാളുടെ ഏണിംഗ് ഏജ് എന്ന് പറയുന്നത് 60 വയസ്സായിരിക്കും, 55 60 ആയിരിക്കും. 60 കഴിഞ്ഞ് 75 80 വരെ ജീവിക്കാനുള്ള ഒരു ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ?
ഇന്നലെ വരെയുള്ള തലമുറയെ ഇപ്പം നമ്മളുടെ തലമുറ, എസ്പെഷ്യലി ഞാൻ എൻ്റെ തലമുറയെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾ താഴേക്കും മുകളിലേക്കും നോക്കുന്ന ആൾക്കാരാണ്. പിള്ളേരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കണമെന്നും പ്രായമായ പാരൻസിനെ നോക്കണമെന്നും ഉള്ള ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്ന തലമുറയാണ് ഞങ്ങളുടേത്. അടുത്ത തലമുറയ്ക്ക് അങ്ങനെ ഇല്ല. ഇപ്പം നമ്മുടെ മക്കൾ, ഈവൻ സ്നേഹ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പറയാമല്ലോ, സ്നേഹ എന്നെ നോക്കുമെന്ന്, അവളെന്നെ നോക്കും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണില്ല. അല്ലെങ്കിൽ ആസ് എ സൊസൈറ്റി, ആസ് എ നമ്മളുടെ ഒരു ജനറേഷൻ പിള്ളേർ നമ്മളെ നോക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഇത് വേൾഡ് വൈഡ് തന്നെ നടന്നൊരു സ്റ്റഡിയിൽ പറയുന്നത് ഒരു 65% ഓഫ് ദി ആൾക്കാർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് 8 to 10 ഇയേഴ്സിനുള്ളിൽ അവരുടെ റിട്ടയർമെൻറ്റ് സേവിങ്സ് എക്സോസ്റ്റഡ് ആവുന്നതാണ്. ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മോർ ദാൻ 65% ഓഫ് ദ പീപ്പിൾ റിട്ടയർ ചെയ്ത് 8 കൊല്ലം മുതൽ 10 കൊല്ലം കൊണ്ട് അവരുടെ റിട്ടയർമെൻറ്റ് സേവിങ്സ് തീരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം എന്ത് ചെയ്യുന്നുള്ള ഈ സ്റ്റഡി കൂടുതലും പോയിട്ടുള്ളത് വേൾഡ് വൈഡാണ്. അപ്പോൾ അവിടെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി നോംസ് ഉണ്ട്. അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും പെൻഷൻ കിട്ടും, അതിന് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാധനമുണ്ട്. ഇവിടെ അതില്ല. റിസ്ക് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിസ്ക് കവർ ചെയ്താൽ ഏത് ഏജിലാണെങ്കിലും ശരി, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് തുടങ്ങണം. ഇത് കഴിഞ്ഞാൽ ആണ് നമ്മളുടെ ബാക്കിയുള്ള ഗോൾസ് വരുന്നത്. നമ്മുടെ ബാക്കിയുള്ള ഗോൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈഫ് സൈക്കിൾ. ഇപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റേജ് അനുസരിച്ചിരിക്കും. ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പിള്ളേരെ സ്കൂളിൽ ചേർക്കുന്ന തൊട്ടിട്ട്, കാരണം ഇപ്പോൾ സ്കൂളിൽ ചേർക്കണമെങ്കിൽ നല്ല കാശ് വേണം, അവരുടെ കോളേജ് എഡ്യൂക്കേഷൻ, അവരുടെ കല്യാണം, വീട്, കാർ, ഇങ്ങനെയുള്ള ഒരുപാട് ഗോൾസ് ഉണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പലർക്കും ഈ പ്രോപ്പർ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഈ പല സ്റ്റെപ്സും അറിയാണ്ട് അവർ നേരെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആയിട്ടൊന്നുമല്ല, അവരൊരു SIP അല്ലെങ്കിൽ ഒരു ലംസം ഒക്കെ ഇടും. ഈ ലംസം കുറച്ച് കഴിയുമ്പോൾ വിഡ്രോ ചെയ്യും, അത് വെച്ചിട്ട് ഫോറിൻ ടൂർ പോകും, അല്ലെങ്കിൽ അത് വെച്ചിട്ടൊരു സാധനം മേടിക്കും. അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് വേയിലല്ല ആ ഒരു, അല്ലെങ്കിൽ ഇടുന്ന എമൗണ്ട് ഒരു ഗോൾ, ഓക്കെ എനിക്ക് റിട്ടയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വീട് മേടിക്കാനായിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ ഒരു വീട് മേടിക്കാനായിട്ട് 50 ലക്ഷം രൂപ വേണം. അപ്പോൾ ഞാൻ എത്ര രൂപ വീതം സേവ് ചെയ്യണം, ഇത് എവിടെയൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഒരു തോട്ട് പ്രോസസ്സ് കൂടിയല്ല ഇപ്പോഴുള്ള പ്ലാനിങ് പ്രോസസ്സ് പോണേ. നമ്മളിപ്പോൾ ഇത്രയും സർവീസസ് ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഇത്രയും ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് വളരെ റയറാണ് നമ്മുടെ നാട്ടിൽ. ഏത് ടൈപ്പ് ആളുകളാണ് ശരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്ന് സാർ ആഗ്രഹിക്കുന്നത്? അവിടെയും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ശരിക്കും ആക്ച്വലി. അതായത് ആളുകളുടെ വിചാരം ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെയധികം കാശുള്ളവർക്ക് മാത്രം വേണ്ട ഒരു സംഗതിയാണെന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയല്ല. ഒരുപാട് കാശുള്ളവർക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ടെന്നാണ്. ശരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് വേണ്ടത് ഈ പറഞ്ഞ മാതിരി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സ് ഫീൽ ചെയ്യാണ്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. ആൻഡ് അങ്ങനെയുള്ള ആരും നമ്മളുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെയാണ് അൾട്രൂയിസ്റ്റിക് ആക്ച്വലി ഡിഫറൻ്റ് ആവുന്നത്. നിങ്ങൾ വെൽത്ത് മാനേജേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് 50 ലക്ഷം പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ, എന്നാലേ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഇത്ര ഫീസ് ഉണ്ട്. നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി ഇത് പോൾ കൊട്ടുകാപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഒരു ഫോളോ ഔട്ടാണ്. നമ്മൾ അവിടുന്ന് ലിറ്ററസി സ്പ്രെഡ് ചെയ്തിട്ട് ആ ലിറ്ററസിയുടെ ഭാഗമായിട്ട് ഈ സർവീസുകൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാറില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവർ പോയിട്ട് തിരിച്ചു വീണ്ടും നമ്മുടെ അടുത്ത് വന്നു, നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള സാധനങ്ങളൊന്നും അവരാരും പറയണില്ല. നമ്മൾ അവരോട് ഈ സ്റ്റേജുകൾ പറയുമ്പോൾ അവർ പോകുന്നത് ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അവർ ഇൻഷുറൻസ് മാത്രം, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് ബേസിക്കലി ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് തോന്നുന്ന ആരെ വേണമെങ്കിലും അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. ആൻഡ് അതിൽ അവൻ ഏത് സ്റ്റേജ് ഓഫ് ലൈഫ് ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ജോലി കിട്ടിയിട്ടുള്ള ആളാണെങ്കിലും ശരി, റിട്ടയർ ചെയ്യാൻ അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിലും ശരി, 40 വയസ്സായാലാണെങ്കിലും ശരി, അപ്പോൾ അക്രോസ് ഇൻകം സ്പെക്ട്രംസ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഡെറ്റ് എടുത്തിട്ട്, ഇപ്പോൾ കടമെടുത്തിട്ട് അവന് പ്രോബ്ലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ നാളെ ഒരു ഹൗസിംഗ് ലോൺ എടുക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ അത് എവിടെ നിന്ന് എടുക്കണം എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട് അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, വേറെ എവിടേക്കെങ്കിലും മാറണോ, ഇങ്ങനെ എനിത്തിങ് അക്രോസ് ഫിനാൻസ് കണക്റ്റഡ് ആയ എല്ലാറ്റിനും സൊല്യൂഷൻ. പേഴ്സണൽ ഫിനാൻസിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിന് സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ആളുകൾക്ക് എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പം നമ്മളുടെ ആൾക്കാർ വരുന്നത് മോസ്റ്റ്ലി നമ്മളുടെ ക്ലയൻറ്റ് റെഫറൻസസ്. ഓഫീസസ് ഉള്ള നമുക്ക് എറണാകുളത്ത് ഓഫീസുണ്ട്, കാലിക്കറ്റിൽ ഓഫീസുണ്ട്, ട്രിവാൻഡ്രത്ത് ഓഫീസുണ്ട്. അങ്ങനെ 3 ഓഫീസസാണ്. ആളുകൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യാവുന്നുള്ളൂ. ആക്ച്വലി നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് ഫോൺ വഴിക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് വാക്കിൻ ഇത് നമ്മൾ ശരിക്കും എൻ്റർടൈൻ ചെയ്യാറില്ല.
ഒരു പ്രീ അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് ആൻഡ് ഇതിനുള്ളൊരു ഗുണം ഇപ്പം അഗെയിൻ കോവിഡ് വന്നപ്പോഴുള്ളൊരു ഗുണം എന്ന് പറയുന്നത് പല സ്ഥലത്തും നമുക്ക് ഓഫീസ് വേണമെന്നില്ല. ഈവൻ ഇപ്പോൾ ഒരുപാട് എൻഗേജ്മെൻറ്റ്സ് കൺസൾട്ടേഷൻസ് നടക്കുന്നത് സൂം മീറ്റിംഗ്സ് വഴിക്കാണ്. പ്രയർ അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് ത്രൂ സൂം നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. പിന്നെ ഗൂഗിൾ ഫോംസ് ഉണ്ട്, അപ്പോൾ ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ ടെക്നോളജി മാക്സിമം ആൻഡ് സ്നേഹ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ അതാണ്. എങ്ങനെ ടെക്നോളജി വഴിക്ക് നമ്മളുടെ സർവീസസ് കുറേയും കൂടെ ആൾക്കാരിലേക്ക് എക്കണോമിക്കലായിട്ട് എത്തിക്കാം എന്നുള്ള ഒരു ഏരിയയിൽ. സാറ് തുടങ്ങി വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു വലിയ വിഷനുള്ള സാധനമാണ്. കാരണം ബീങ് ആക്ച്വലി ഈ ട്രെയിനിങ്ങിലും കൺസൾട്ടിങ്ങിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. കാരണം നമ്മുടെ ആളുകൾക്ക് കുറച്ചുകൂടി ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിരുന്നെങ്കിൽ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന പോലെ തന്നെയാണ് ഈ രണ്ട് സാധനം സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല. ഇത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. കാരണം നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ആ ഏണിംഗ് മെമ്പർ ഇല്ലാതായതുകൊണ്ട് അല്ലെങ്കിൽ അയാൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതുകൊണ്ടൊക്കെ ടോട്ടലി തകർന്നു പോയ ഒരുപാട് ഫാമിലീസിനെ നമ്മൾ വളരെ വേദനാജനകമായൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എഡ്യൂക്കേഷൻ എത്തിച്ചിട്ട് കേരളത്തിൽ തന്നെ കേരളം ഒരു ഫിനാൻഷ്യലി കൂടി ലിറ്ററേറ്റ് ആയ ഒരു സ്റ്റേറ്റായിട്ട് മാറ്റുന്നതിൽ ഫൗണ്ടേഷൻ വലിയ റോൾ വഹിക്കാൻ പറ്റട്ടെ. സ്നേഹയിൽ ഒരു വലിയ ഓൺട്രപ്രണറെ കാണുന്നു. കേരളത്തിലൊരു എന്താ പറയുക ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഓൺട്രപ്രണറായിട്ട് വളരട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.